ഒരു മൂടപ്പെട്ട ഗുഹക്കകത്ത് നിന്നാണ് സദ്ദാം ഹുസൈനെ പിടിച്ചതെങ്കിൽ ആ വ്യക്തിത്വത്തെ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൽ എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ഒരു ധിക്കാരമെന്ന നിലക്ക് തൂക്കിലേറ്റിയെങ്കിൽ ഇതേ അവസ്ഥയാണ് ഖൊമൈനിക്കും ഉണ്ടാകുക എന്ന് വീമ്പിളക്കുന്ന ജൂതപ്പടയോട് പറയാനുള്ളത്. ഒരു മുസ്ലിം അവൻ്റെ മരണം എവിടെയാണെങ്കിലും സംഭവിക്കും എന്ന വിശ്വാസമുള്ളവരാണ്. അപ്പോൾ ആ വിശ്വാസത്തെ തകർക്കാനോ അതിന് കൂച്ചുവിലങ്ങിടാനോ ഒരു വ്യക്തിക്കും സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഓരോ കുട്ടികളും പടഞ്ഞു മരിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആര് മരിച്ചാലും അവിടെ ശേഷിക്കുന്നവർ അതിൻ്റെ ദുഃഖം അനുഭവിക്കുന്നു. മരണപ്പെട്ടവർ എവിടേക്ക് പോയി എന്ന് ചിന്തിക്കുന്ന അതിൻ്റെ മേലുള്ള ദുഃഖം അത് 2 3 ഒരു മാസമോ അല്ലെങ്കിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുമെങ്കിലും അതൊക്കെ ഒടുങ്ങും. എന്നാൽ ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ജീവിക്കുമെന്ന സോഷ്യലിസ്റ്റുകളുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയട്ടെ, ഓരോ കുട്ടികളും പിറന്നു വീഴുന്നത് തൻ്റെ ഉടയവർക്ക് വേണ്ടി പ്രതികാരം തീർക്കാനുള്ള പ്രതികാരാഗ്നിയോടുകൂടെയാണ്. പ്രതികാരത്തിൻ്റെ ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ പിറന്നു വീഴുന്നതെങ്കിൽ എവിടെയാണ് സമാധാനം ഉണ്ടാവുക? സമാധാനത്തിന് വേണ്ടി പ്രയത്നിക്കേണ്ടവർ സമാധാനം കെടുത്തിക്കൊണ്ട് അവർ നിർമ്മിച്ചു വെച്ച ആയുധക്കൂട്ടങ്ങളെ ചെലവാക്കാൻ വേണ്ടിയിട്ടും മനുഷ്യരെ കുരുതിക്ക് കൊടുത്ത് സുഖിക്കാമെന്ന് കരുതി തടിച്ചു കൊഴുക്കുമ്പോഴും അവരെയും മരണം മാടി വിളിക്കുന്നു. എന്നാൽ ഈ എന്ത് സുഖമുണ്ടെങ്കിലും അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വരുന്നതിൻ്റെ മുമ്പ് കാലൻ അവരെയും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വാസ്തവം. അതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ. ഒരാൾക്കും ഇവിടെ ശാശ്വതമല്ലല്ലോ. പിന്നെ എന്ത് വിജയിച്ചിട്ടെന്ത്, ആര് വിജയിച്ചിട്ടെന്ത്? പക്ഷേ ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം അവൻ്റെ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അവസാന വിജയം മുത്തഖീങ്ങൾക്കാണ് എന്ന് പറഞ്ഞത്. അവർ വിജയിച്ചാലും അവർക്ക് വിജയം, അവർ മരിച്ചാലും അവർക്ക് വിജയം. ഷഹീദിൻ്റെ പുണ്യമുണ്ടാകും. വിജയിച്ചാൽ അവർക്കെന്താണ്? ഇവിടെ ഭൗതികമായ ലോകത്തും അല്ലാതെയും വിജയം. ഇതാണ് ഒരു മുസ്ലിമും അല്ലാത്തവനുമായിട്ടുള്ള മാറ്റം. ഇതിൽ നിന്ന്